ഹായ് ബബ്ലു. ഇന്നേരം നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് പെരുമ്പളം പാലം. നിങ്ങൾ എല്ലാരും കേട്ട് കാണുമല്ലോ. അങ്ങേക്കരയും ഇങ്ങേക്കരയും കൂടെ കൂട്ടിമുട്ടിക്കുന്ന ഒരു പാലം, കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഏറ്റവും വലിയ പാലം. അപ്പൊ ഇന്നലെ ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നേക്ക്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, റോഡ് മൊത്തം ബ്ലോക്കാണ് കേട്ടോ. റോഡ് മൊത്തം ബ്ലോക്കാണ്. ഇത് കണ്ടോ, റോഡ് ബ്ലോക്കാണ്. എല്ലാരും ഇത് കാണാൻ വേണ്ടിയാണ് കേട്ടോ, കാണാനും ഇതിൽ കൂടെ യാത്ര ചെയ്യാനും വേണ്ടിയേ. ഇപ്പൊ എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പാലത്തിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമില്ല. അപ്പൊ അതിനുവേണ്ടി വണ്ടി ഓടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ വന്നേക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു പാലമാണ്. തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു പാലം തന്നെയാണ്. വേണമെങ്കിൽ നാളെ തന്നെ വേണമെങ്കിൽ വന്നു, അടുത്ത ആഴ്ച ചൂട് മാറുന്നതിന് വന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ എന്ത് രസമാണെന്നറിയോ. എന്തായാലും ഭാഗ്യം കേട്ടോ. ഒരുപാട് പേരുടെ ദുഃഖത്തിന് ഒരു അറുതി കിട്ടിയെന്ന് പറയാം അല്ലേ. നമ്മള് പാലത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പൊ ബാക്കി കാഴ്ചകൾ എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്, പാലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് കാണിക്കാം. സെൽഫിയുടെ ബഹളമാണ്. സെൽഫിയുടെ ബഹളമാണ്. എന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരെ പാലത്തിലേക്ക് പോവാം. അപ്പോൾ പാലത്തിന്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി നമുക്കൊരു സ്ഥലമുണ്ട് കേട്ടോ. നടക്കാൻ വേണ്ടി നമുക്ക് സ്ഥലമുണ്ട്. ഇതാണ് നടന്നു പോകാൻ വേണ്ടിയുള്ള വഴി. നടപ്പാത. വാഹനങ്ങൾ നല്ല വ്യൂ ആണ്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി മൊത്തം കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചി മൊത്തം കാണാം. ഇത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ നിന്ന് കാണിച്ചു ഫുള്ള് കാണാം. അതെ, ഇവിടെ നിന്ന് ഫുള്ള് കാണാം പാലം. കണ്ടാ, നോക്കിയേ നിങ്ങള്. കണ്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അടിപൊളിയല്ലേ? അടിപൊളി, ഒന്നും പറയാനില്ല. ഇതാ കാണുന്നതാണ് അറ്റം അല്ലേ? അങ്ങ് പോണം. ഇതിലെ കാണില്ലേ എവിടെ നിന്ന് ഇവിടെ നിന്നൊന്ന് കാണിച്ചോ. ഇവിടെ നിന്ന് നോക്കി അങ്ങോട്ടും തിരിച്ചും കാണിച്ചോളൂ. സൈഡൊക്കെ പിടിച്ചു. ഇതെല്ലാം റൈഡേഴ്സാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു യാത്ര വന്നതാണ്. ബൈക്ക് റൈഡേഴ്സ്. പാലം കാണാൻ വന്ന ആദ്യത്തെ റൈഡേഴ്സ്. അതെ, പെരുമ്പളം പാലം. വൈകുന്നേരം ആകുമ്പോൾ നല്ല ലൈറ്റൊക്കെ വന്ന് അടിപൊളി സെറ്റപ്പാ. ഫുള്ള് ലൈറ്റാ. നമ്മള് പാലത്തിന്റെ സെന്ററിലാണ്. പാലത്തിന്റെ സെന്ററിലാണ് നിൽക്കുന്നത്. വണ്ടിയൊക്കെ വരുന്നത് ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ ശരിക്കും ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ വാഹനങ്ങൾ ഇതിലെ കൂടെ നടന്നു പോകുന്ന പോലും ഓർത്തില്ല കേട്ടാ. എന്തായാലും ഭാഗ്യം. ഇതൊക്കെ ചെയ്തവർക്ക് ഒരുപാട് നന്ദി കേട്ടാ. എന്തായാലും അങ്ങനെ പാലമായല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. എല്ലാവരുടെ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഒരുപാട് പേര് പുറത്തുനിന്നും വരുന്നുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ പണ്ടൊക്കെ മറ്റേ ഇതിലെ കൂടെ വള്ളത്തിലൊക്കെ പോയ ആൾക്കാരൊക്കെ ഇല്ലേ, വള്ളത്തിലെ കൂടെ പോയിട്ടാണ് അവരുടെ സ്പോട്ടിൽ എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പളത്ത് ഇങ്ങനെ ഒരു ദ്വീപുള്ള കാര്യം എത്ര പേർക്ക് അറിയായിരുന്നു അല്ലേ? ഇത്രയധികം ആൾക്കാർ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന കാര്യം ഈ ഒരു പാലം വന്നതിന് ശേഷം, ന്യൂസൊക്കെ വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ ആൾക്കാർ ഇത് അറിയുന്നത് തന്നെ. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ കുട്ടനാട്ടിലെ കാര്യമൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പെരുമ്പളം ദ്വീപിനെ പറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറിവ്. എന്തായാലും ഭയങ്കര കഷ്ടം. എന്തായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പാലം വന്നത് എന്തായാലും ഭാഗ്യമായി കേട്ടോ. അവരുടെ സന്തോഷത്തിന് അതിരില്ല. കുറെ ആൾക്കാരുമൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. 1157 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉള്ള ഒരു പാലമാണ് വന്നേക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നീളമുള്ള കായൽ പാലം. വേമ്പനാട്ട് കായലിന്റെ കുറുകെയാണ് വന്നേക്കുന്നത്. രണ്ടറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്.
നോക്കിയേ എന്ത് തിരക്കാണെന്ന് നോക്കി കണ്ട. ഓഹ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോരം അനുഭവിച്ചു കാണും അല്ലെ? കുട്ടികളെ സ്കൂളിൽ വിടാനും പിന്നെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അനുഭവം? ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ അല്ലെ? ആദ്യമൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടാണ് ബോട്ടൊക്കെ വരാൻ തുടങ്ങിയത്. എന്തായാലും കാത്ത് കെട്ടിക്കിടന്ന് ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ വേണം ഓരോ ബോട്ടിലൊക്കെ കയറിയിട്ട് പല പല സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി. ഭയങ്കര കഷ്ടമായ ഒരു ജീവിതമായിരുന്നു. എന്തായാലും അവർക്ക് ഇപ്പോഴെങ്കിലും അവരുടെ ആ ഒരു ആഗ്രഹം സഫലമായല്ലോ അല്ലെ? ഒന്ന് ഓർത്തു നോക്കിയേ, ഓരോരുത്തർക്കും അറിയാം ഓരോ അവസ്ഥകൾ. എത്ര കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ടെന്നറിയോ? ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ആരും ആരെ തിരക്കി പോകണ്ട കേട്ടാ, അത്രയ്ക്ക് അടിപൊളി ഒരു പാലമാണ് വന്നേക്കുന്നത്. നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് വന്നോളൂ, അത് ഉറപ്പാണ്. അല്ലേ? എന്തായാലും ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. അതാ നോക്കിയേ, എന്ത് നീളവും എന്ത് വീതിയും. ഇത് കാണാൻ വേണ്ടിയുള്ള തിരക്കും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കാണ് കേട്ടാ. എന്തായാലും തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് കാണണം ഇത്. അപ്പൊ നമ്മള് പെരുമ്പളത്തെ ആദ്യത്തെ കൂട്ടക്കാർ നമ്മളിപ്പോ കണ്ട യൂട്യൂബർ നമ്മൾ ആദ്യമായിട്ട് കാണിയാണല്ല, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം കണ്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഈ പാലത്തിൽ വന്ന് ഉദ്ഘാടനത്തിന് വരാൻ പറ്റില്ലത്, ഇന്ന് വരാൻ പറ്റില്ല. വളരെ സന്തോഷം. മേടത്തെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഈ ചൂണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നതിലും ഒരു വളരെ സന്തോഷം. എന്തെങ്കിലും നല്ലൊരു മീൻ കിട്ടട്ടെ. ഓക്കെ, വലിയൊരു മീനെ കിട്ടും. നല്ല മീൻ കിട്ടട്ടെ. ബബ്ലൂസ് ആണ് ആദ്യത്തെ ചൂണ്ടക്കാരി പെരുമ്പളം പാലത്തിൽ. പെരുമ്പളം പാലത്തിൽ ആദ്യത്തെ ചൂണ്ടക്കാരി. ഓക്കെ, ഇത് തന്നെ ഈ നിമിഷം എന്നല്ലാതെ എന്ത് പറയാനാണ്. ഇത്രയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണ് ഈ പാലത്തെ പറ്റി? ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം നമ്മൾ നടന്നല്ലേ വന്നത്. നടന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അത് കാരണം നമ്മൾ നമ്മുടെ കുടുകുടു വണ്ടിയായിട്ട് പോവാണ്. ഇതാകുമ്പോൾ ഫുള്ള് കാണാൻ വേണ്ടി പറ്റും, ഇക്കരയിന്ന് അക്കരെ വരെ കാണാം. എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ പല രീതിയിൽ ഇത് ആസ്വദിക്കുക, നടന്നും നിന്നും ചൂണ്ടയിട്ടും. കൂടാതെ ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല കേട്ടോ, ഇതുപോലെ നിന്നൊക്കെ ആസ്വദിക്കണം. പിന്നെ അതിനെക്കാട്ടി ഉപരി ഇതുപോലെ നമ്മൾ വണ്ടിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത് കണ്ടില്ല, അതാകുമ്പോൾ നമുക്ക് ഫുള്ള് കണ്ടിങ്ങനെ കാൽക്കാറ്റൊക്കെ ഏറ്റിങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റും. ആഹാ, പ്രത്യേകിച്ച് 2 വീലറിൽ തന്നെ വരണം കേട്ടാ, അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാം കാണാം. എന്തായാലും ഇവിടുത്തുകാർക്ക് ഉത്സവം പോലാണ് കേട്ടാ. ഉത്സവം അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് അല്ലേ? അവരെല്ലാം അനുഭവിച്ച്, നമ്മൾ ആരും അല്ലല്ലോ. എന്തായാലും ഇന്നലെ എല്ലാവരും കൂടെ ചേർന്ന് കുറേ ഫാമിലി ഉണ്ട് അവിടെ, 40ഓ എത്രയോ ഫാമിലി ഉണ്ട് കേട്ടോ. അവരെല്ലാം കൂടെ ചേർന്ന് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. എന്നാലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ പോവേന്. അവരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി അല്ലേ? നമുക്ക് ഇത്രയും സന്തോഷമെങ്കിൽ അവരെയൊക്കെ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കി. ഇത് കണ്ടില്ലേ, നിറയെ കച്ചവടക്കാരൊക്കെ വന്ന് നിൽക്കുവാണ്, ഐസ്ക്രീമും കപ്പലണ്ടിയും. വേണ്ട, ശരിക്കും പറയണ്ടല്ലോ, ഒരു അനക്കം പോലും ഇല്ലാതെ കിടന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നോക്കി ഇപ്പൊ എന്തോരം വണ്ടികളാണെന്ന്. ഒരു അനക്കൊക്കെ ഉണ്ടായാലല്ലേ ഒരു രസമുള്ള അല്ലേ? വിജനമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലായിരുന്നു. വിജനമായിട്ട് കിടക്കാൻ ഇവിടെ എന്തെങ്കിലും പാലവ റോഡോ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണം അല്ലേ? കായലിന്റെ മുകളിൽ കൂടെ എങ്ങനെ പോകാനാണ്? അല്ലെങ്കിൽ വല്ല വള്ളത്തിലെ ബോട്ടിലൊക്കെ പോകണം. എന്തായാലും മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്തൊരു ദുഷ്കരമായ യാത്രയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. അവരൊക്കെ എന്തോരം ആയിരിക്കും ആ ഒരു സമയത്തൊക്കെ അനുഭവിച്ചേക്കുന്നത് അല്ലേ? ഓ, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുട്ടനാടിന്റെ പല ഭാഗത്തും ഇതുപോലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് പാലങ്ങൾ ഇതുപോലെ ഇങ്ങേക്കരയും അങ്ങേക്കരയും കൂടെ ബന്ധിപ്പിക്കുന്ന പാലം വരണം. കാരണം കുട്ടനാട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, വള്ളത്തിൽ വന്നിട്ട് ഇങ്ങേക്കരയിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ, കുടിവെള്ളം. അപ്പം ശരിക്കും പറഞ്ഞ് ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ മഴയൊക്കെ ആകുമ്പോൾ ഇവരെന്താ ചെയ്യുമെന്ന് അല്ലേ? ചിന്തിച്ച് നമ്മളിത് എല്ലാം അറിയുന്നുണ്ടോ അല്ലേ? പിന്നെ വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്ക് അവരെന്തായിരിക്കും, അവർക്ക് അവിടെ നിന്ന്
ഇങ്ങേ കരയിലേക്ക് ഒന്ന് വരണം. അവരെങ്ങനെ വരും ഇത്രയോ അധികം ആൾക്കാർ അല്ലേ? അതൊക്കെയാണ്. എന്തായാലും അവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് അവരെ ജീവിച്ചല്ലോ. ഓ, സത്യം പറഞ്ഞ പുറലോകമൊക്കെ കാണുന്ന ഇപ്പോഴായിരിക്കും അവര്. എന്തായാലും അവരുടെ ഭാഗ്യം എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു പാലം ഇവിടെ വരുമോ? ഇനി അടുത്ത തലമുറയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അക്കരെ എത്തി കേട്ടാ. എത്ര നേരം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കേട്ടാ. അക്കരയില് ഇവിടെ ഏതാണ്ടൊക്കെ കടകളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടെയുള്ള നാട്ടുകാരായിരിക്കും കൂടുതലും ഇങ്ങോട്ടൊക്കെ വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും തിരക്ക് ഈ ഭാഗത്ത് മാത്രം വരുമോ? എന്തായാലും വണ്ടി തിരിക്കുവാണ് കേട്ടാ. അന്നേരം നമ്മള് പാലം എല്ലാം കണ്ട്. പാലം പാലം പൊളിയാണ്. പാലം ഒരുപാട് നടക്കാനുണ്ട് അല്ലേ? അതെ. പിന്നെ ഇത് കാണുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾ തനിയെ വന്നോളൂ. ഞാൻ പറയേണ്ട ആവശ്യം. നടപ്പാത സെപ്പറേറ്റ് ഉണ്ട് രണ്ട് സൈഡിൽ. അതൊക്കെ അവർ കണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണം. ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം. പിന്നെ നിങ്ങൾ അടുത്ത ട്രിപ്പ് ഉടനെ ഉണ്ട്. എല്ലാ വീഡിയോസും കാണണം. ഓക്കെ, ബൈ.